പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നമ്മളിട്ട ചെറിയ പൂക്കളമാണ് കേട്ടോ. ഇവിടെ UAE പൂവിനൊക്കെ ഭയങ്കര വിലയാണ്, എന്നാലും നമ്മളൊരു ചെറിയ പൂക്കളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓണത്തിനന്ന് രാവിലെ റെഡിയായിട്ട് ദേപുട്ടിൽ പോയി ഭക്ഷണം കഴിക്കാം എന്ന് തീരുമാനിച്ചു. ഷാർജ മുവേലയിലെ ദേപുട്ടിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. സെറ്റ് സാരിയും മുണ്ടൊക്കെ കൊടുത്തിട്ടുള്ള ആളുകൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു മൈക്കിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഒക്കെയാണ് അവർ ചോക്കിനെടുക്കുന്നതും. അങ്ങനെ കുറേ തിരക്കായിരുന്നു. അപ്പോൾ കുറേ നേരം നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവരൊരു മാവേലിയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാഴ്സലായിട്ടും അവിടുന്ന് ഫുഡ് പോകുന്നുണ്ട്, അല്ലാതെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എടുത്ത ഒരു സെൽഫിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പവും പിന്നെ ഉപ്പേരിയും എല്ലാം ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ നല്ല പൈസ കൊടുത്തതാണല്ലോ എന്ന് കരുതിയിട്ട് മാത്രം അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പം അവിടെ ഒരു പൂക്കളം ഉണ്ടായിരുന്നു. ആ പൂക്കളം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പൂക്കളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ ഓണം സദ്യയാണ് കേട്ടോ. അപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ വെളിയിൽ പോയാണ് ഭക്ഷണം കഴിച്ചതെങ്കിലും പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ നമ്മൾ ഒരു 11 മണിയോടുകൂടിയാണ് ഇത് ആരംഭിച്ചത് കേട്ടോ. പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. എങ്കിലും സാമ്പാർ, അവിയൽ, കാളൻ, കിച്ചടി, തോരൻ, പിന്നെന്താണ്, അങ്ങനെ സാമാന്യം പായസം, പപ്പടം, അച്ചാർ എല്ലാം കൂട്ടിയിട്ട് സാമാന്യം ഭേദപ്പെട്ട ഒരു സദ്യ നമ്മൾ തയ്യാറാക്കി കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂട്ടി ഇരുന്ന് സദ്യ കൊണ്ടുപോകണം. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ പുള്ളിക്കാരി ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. ഒരു വെറൈറ്റി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് നിലത്തിരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഓണം 2 പ്രാവശ്യം ആഘോഷിച്ചു. തിരുവോണത്തിൻ്റെ അന്നും അതിൻ്റെ പിറ്റേന്നും നമ്മൾ ഓണസദ്യ ഉണ്ട്. താങ്ക് യു സോ മച്ച്.